ഇപ്പോൾ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു അക്രമ സംഭവം സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 4 അംഗ സംഘത്തിന്റെ ആക്രമണമാണ് ഇവിടെ ഉണ്ടായത്. സന്ദർശക പാസ് ഇല്ലാതെ എത്തിയത് തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 2 യുവാക്കളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അജീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഈ സംഭവം അരങ്ങേറിയത്. ഒരു രോഗിയെ സന്ദർശിക്കാൻ എത്തിയതാണ് ഈ 4 അംഗ സംഘം. ഇവരുടെ കൈവശം മതിയായ സന്ദർശന പാസ് ഉണ്ടായിരുന്നില്ല. ഇത് സെക്യൂരിറ്റി ജീവനക്കാരൻ കജേഷ് കുമാർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെ ഇവർ തമ്മിൽ വാക്കുതർക്കമായി. പിന്നാലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ ഈ 4 അംഗം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഈ കജേഷ് കുമാറിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ അവിടെ വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു. അവിടുത്തെ പോലീസ് ഔട്ട് പോസ്റ്റും, ഈ വളപ്പിലുണ്ടായിരുന്ന പോലീസ് ഔട്ട് പോസ്റ്റും അടിച്ച് തകർക്കുകയായിരുന്നു. ഔട്ട് പോസ്റ്റിന്റെ ഗ്ലാസ് വാതിലുകൾ തകർത്തിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഷിൻഡോ ബേബി തോമസ്, ഒപ്പം സലാമുല. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് 4 അംഗ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇതിൽ 2 യുവാക്കളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.